ഹലോ, ഇനി ഞാൻ ചെയ്ത കുറച്ച് ക്രാഫ്റ്റ്സ് ഒക്കെ നമുക്ക് കാണാം. ഇതായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ക്യൂട്ട് ഡയറിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഡയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേർണലി ബുക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാനിത് ആക്കിയോട് ഞാനൊരു ആഗസ്റ്റുള്ള ജേർണലിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇങ്ങനത്തെ ഒരു ഓർഗനൈസർ ചെയ്തിരുന്നു. ഒരു സാധനം മേക്കപ്പ് പ്രോഡക്റ്റ്സൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കാനുള്ളൊരു ഓർഗനൈസറാണ്. ഓക്കെ, ഇത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ 3 ലബൂബ് സ്ക്വിഷികൾ ഉണ്ടാക്കിയിരുന്നു. ഈ ഒരു പിങ്ക് സ്ക്വിഷി ഉണ്ടാക്കുന്നത് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കാണുക. പിന്നെ ഞാൻ ഇതുണ്ടാക്കി, ബ്ലൂ ഉണ്ടാക്കിയിരുന്നു, പിന്നെ ഗ്രീനും ഉണ്ടാക്കിയിരുന്നു. ഇത്രയും ഉണ്ടാക്കിയുള്ളൂ. പിന്നെ ഞാൻ ഒരു പുതിയ ഗ്ലൂ ഗൺ വാങ്ങിയിരുന്നു. ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് അത്യാവശ്യമുള്ള സംഭവമാണ് ഗ്ലൂ ഗണ്ണ്. അപ്പോൾ അതിനെ കൊണ്ടാണ് ഇതൊക്കെ ഞാൻ ഒട്ടിച്ചെടുത്തത്. പിന്നെ ഞാൻ ഒരു ഹോംവർക്ക് ബുക്കും ഞാൻ ഉണ്ടാക്കിയിരുന്നു. ഇത് ഒരുപാട് ദിവസമായി ഉണ്ടാക്കിയിട്ട്. പക്ഷേ ഇനി ഞാൻ കവായി നോട്ട് ബുക്കിൽ നിന്നാണ് ഇത് ഹോംവർക്കൊക്കെ നോട്ട് ചെയ്താനാണ് മറന്നു പോകുന്നതായിട്ട് ഞാൻ ഓരോ ദിവസത്തെ ഡേറ്റും അയച്ചു വിട്ടിട്ട് ഞാൻ ഹോംവർക്കുള്ള വിഷയം ഞാൻ എഴുതും. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കരുത്. ഇത് ഒട്ടിച്ചൊട്ടിച്ചിട്ട് എൻ്റെ കവായി തീരാനായിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ വാളിലിപ്പോൾ വാൾ ഡെക്കർ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ച് മടിയായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഓർഗനൈസറിൽ ഇട്ട് വെച്ച ഓരോ പ്രോഡക്ട്സ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു ബട്ടർഫ്ലൈ ഹെയർ ക്ലിപ്പാണ്. പിന്നെ ഇത് അബാക്സിൻ്റെ ടൂളാണ്. ഞാൻ അബാക്സ് പഠിക്കുന്നുണ്ട്, അതിൻ്റെ ടൂളാണ്. പിന്നെ ഇതുപോലത്തൊരു ബുഷ് ഉണ്ട്. ഇങ്ങനെ ഇത് വാങ്ങുമ്പോൾ ഒരു പാത്രത്തിലായിരുന്നു കിട്ടിയത്. ഇതുപോലെ കറുപ്പ് അങ്ങനെ ആയിട്ടുള്ളൊരു കളറുള്ള ബുഷാണ്. ഇതൊക്കെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ കളിയിലാണ് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ സഹായിക്കുന്ന ഒരു ചീർപ്പും കൂടി ഉണ്ട്. പിന്നെ യൂണിഫോമിനൊക്കെ അടിക്കാനുള്ള സ്പ്രേയും ഉണ്ട്, അത്യാവശ്യം തീരാനായി ഉപയോഗിച്ചിട്ട്. പിന്നെ ഇതിലൊരു കണ്ണെഴുതാനൊക്കെ ഒരു കണ്ണാടിയും കൂടി ഉണ്ട്. പിന്നെ ഒരു പർപ്പിൾ ബുഷ് ഉണ്ട്. ഓരോ കള്ളിയിൽ 2 ബുഷായിട്ടാണ് വെക്കുക. ഈ കള്ളിയിൽ ഒരു ബുഷ് ഉണ്ട്, ഞാനത് കുത്തിയിട്ട് കഴുകാൻ വെച്ചിട്ടുണ്ട് അത്. പിന്നെ കുറച്ച് ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും അങ്ങനെ ആയിട്ടുള്ളൊരു ബുഷാണ്. ഇതൊക്കെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇതിൽ കുറച്ച് വലിയ ടിക്കുണ്ട്, പിന്നെ ഒരു ചെറിയ ഹാർട്ട് ഷേപ്പിലുള്ള ടിക്കും ഉണ്ട്. ഇത് പിന്നെ ഈ കഥയിൽ സ്കൂളിൽ ഡാൻസ് ഫങ്ഷൻ എല്ലാം പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ഈ കള്ളിയിലെ എല്ലാ സംഭവവും ഞാൻ പറഞ്ഞു തന്നു. ഞാൻ ഇപ്പുറത്തെ കള്ളിയിൽ താഴത്തുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക.